ഹൽ ഹിക്കായത്തു സാദിസത്തു വൽ ഇശ്റൂന അൻ ഇബ്നുൽ ഖസ്സാബ് സൂഫി റഹിമഹുല്ലാഹു തആല. ഇബ്നു ഖസ്സാബ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന 26-ാമത്തെ ഹിക്കായത്ത്. ഖാല, ഇബ്നു ഖസ്സാബ് തങ്ങൾ പറയാണ്, ദഖൽന ജമാഅത്തൻ ഇലൽ മാറസ്താൻ. മാറസ്താൻ പ്രദേശത്തേക്ക് ഞങ്ങള് ഒരു സംഘമായി കടന്നു ചെന്നു. ഫറഅയ്ന ബിഹി, അങ്ങനെ മാറസ്താനിൽ വെച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഫതൻ മുസാബൻ ഷദീദുൽ ഹൗസ്, ഒരു യുവാവിനെ, മുസാബൻ മുസീബത്താകപ്പെട്ട ഫിത്നയാകപ്പെട്ടതായ ഒരു യുവാവിനെ, ഷദീദുൽ ഹൗസ് ബുദ്ധി ഭ്രമം സംഭവിച്ച ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലെത്തിയ ഒരു യുവാവിനെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ വലഅന ബിഹി, ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അതിശക്തമായി അങ്ങോട്ട് പ്രേമിച്ചു, ഇഷ്ടപ്പെട്ടു പോയി. വസിദ്ന ഫിൽ വലഇ, അങ്ങനെ ആ പ്രേമത്തിൽ ഞങ്ങൾ അധികമാവും ചെയ്തു, വളരെ ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഫത്തബഅനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു. ഫസ്വഹ, അപ്പൊ അദ്ദേഹം അട്ടഹസിച്ചു. വഖാല, പറഞ്ഞു, അട്ടഹസിച്ചുകൊണ്ട് പറയാണ്, ഉൻദുറൂ ഇലാ സിയാബിൻ മുതറസ വ അജ്സാദിൻ മുഅത്തറ ഖദ് ജഅലൽ വലഅ ബിളാഅതൻ വസ്ഖഫ സനാഅതൻ വജാനബുൽ ഇൽമ റഅസൻ ലൈസു മിനൻ നാസി. ഇതാണ് അട്ടഹാസ സ്വരത്തിലൂടെ അദ്ദേഹം വിളിച്ചു പറയുന്നു. എന്താ ഇതിന്റെ സാരം? ഉൻദുറൂ ഇലാ സിയാബിൻ മുതറസ, അഴകായ പ്രൗഢിയുള്ള ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നവരുണ്ട്, അവരിലേക്ക് നോക്കാണി. അജ്സാദിൻ മുഅത്തറത്തിൻ, എല്ലാ വിവിധ രൂപങ്ങളിലുള്ള അത്തറുകൾ പൂച്ചി നടക്കുന്ന തടികളുണ്ട്, അതിലേക്ക് നോക്കാണി. ഖദ് ജഅലൽ വലഅ, അവരുടെ ഇഷ്ടം, ആ ഇഷ്ടത്തെ അവരെന്താക്കി വെച്ചു എന്നറിയാം, ഒരു വസ്തുവുമായോ ഒരു വ്യക്തിയുമായോ വളരെയധികം സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അതാണ് വല. ഈ വലയിനെ അവർ ബിളാഅത്തൻ, അതൊരു ചരക്കാക്കി മാറ്റി. വസ്ഖഫ, ബുദ്ധി ദുർബലത, ബുദ്ധിശക്തി ഇല്ലായ്മ, ദുർബല ബുദ്ധിക്കാര്, അത് സ്വനാഅത്തൻ, അതൊരു തൊഴിലാക്കി മാറ്റി. അങ്ങനെ നടന്നു, ഒരു ബുദ്ധി ഇല്ലാന്നും പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ് അവർ ചെയ്ത്, വേണ്ട ഒന്നും ശ്രദ്ധിക്കുന്നില്ല. വജാനബുൽ ഇൽമ, അങ്ങനെ അറിവ് റൈസൻ, അടിസ്ഥാനപരമായി തന്നെ അറിവ് അവർ ദൂരീകരിച്ചു. ഇങ്ങനെ പോകുന്ന ആൾക്കാരെ കൊണ്ട് നോക്കുകയാണെങ്കിൽ ലൈസു മിനന്നാസി, അവര് ഒരു മനുഷ്യരുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റൂല, കുറെ നാൽക്കാലികൾ അപ്പുറത്ത് അതപ്പതിച്ചവരാ. മനുഷ്യന്മാരാകുമ്പോൾ അതിനെ വട്ടത്തിലുള്ള ഇല്ല എന്നാണ് മഹാൻ അട്ടഹാസത്തിലൂടെ വിളിച്ചു പറഞ്ഞത്. അപ്പോ വഖുൽനാ ലഹു, ഈ യുവാവിനോട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അപ്പൊ തുഹ്സിനുൽ ഇൽമ, അപ്പൊ വിജ്ഞാനം, ഇൽമ് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നസ്അലുക, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു എന്നും പറഞ്ഞു. ഫഖാല, ഐ വല്ലാഹി ഇന്നി ലഉഹ്സിനു ഇൽമൻ ജമ്മ ഫസ്അലൂനീന, നിങ്ങൾ ചോദിച്ചോളി, അള്ളാനെ തന്നെ സത്യം, എനിക്ക് വിജ്ഞാനമുണ്ട്, ഞാനത് പഠിച്ചിട്ടുണ്ട്, എനിക്ക് അറിയുകയും ചെയ്യാം. ഇതൊരു അഹങ്കാരത്തോടി പറഞ്ഞതല്ല കേട്ടോ. സൂഫി അല്ലേ പറയുന്നത്, ഒരു മഹാനായ യുവാവ്, അയാൾ പറയുന്നത് ഒരു അഹങ്കാരത്തിൽ പറഞ്ഞതല്ല, അള്ളാഹ് ചെയ്ത നിഅമത്തുകൊണ്ട് പറയാം. നിങ്ങൾ ചോദിച്ചോളി, ഒരുപാട് ഇൽമ് എനിക്കറിയാന്ന് പറഞ്ഞു. വഖുൽനാ, അപ്പൊ ഞങ്ങൾ ചോദിച്ചു, മനി സഖിയ്യു ഫിൽ ഹഖീഖത്തി, ഒരുപാട് ധർമ്മിഷ്ഠന്മാർ നമ്മൾ കാണുന്നുണ്ട്, യഥാർത്ഥത്തിൽ ആരാണ് ധർമ്മിഷ്ഠൻ, അത് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. ഇതൊക്കെ ആത്മജ്ഞാനമാണല്ലോ, വല്ലാത്ത ജ്ഞാനാണത്. കാല, അപ്പൊ ഈ യുവാവ് പറഞ്ഞു, അല്ലദി റസഖ അംസാലക്കും, നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് അവൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വ അൻതും ലാ തസാഊന, എത്തരത്തിൽ നിങ്ങൾ മോശമായി കാണുന്നില്ല. ഖൂത യൗമിൻ, ഒരു ദിവസത്തെ ഭക്ഷണം നിങ്ങൾ മോശമായി കാണുന്നില്ല.
ആ രീതിയിൽ നിങ്ങൾക്ക് ഭക്ഷണം തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവനാണ് സഖിയ്. ഇത് ചൂണ്ടിയത് അള്ളാഹുവിലേക്കാണ്. അള്ളയല്ലേ അങ്ങനെ തരുന്നത്, നമുക്കങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസത്തെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അജ്യെന്ന് നമ്മൾ പറയില്ല. അങ്ങനെ മോശമാവാത്ത വിധത്തിൽ അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. അവനാണ് ധർമ്മിഷ്ഠൻ യഥാർത്ഥത്തിൽ. ഫലഹിക്കിന. അപ്പൊ ഇത് കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങ് ചിരിച്ചു പോയി. ഞങ്ങൾ ചിരിച്ചു തന്നെ സന്തോഷമുള്ള ചിരിയാണത്. ഓ കൊല്ല, ഞങ്ങൾ ചോദിച്ചു, മൻ അഖല്ലുന്നാസി ശുക്രൻ, നിഅമത്തുകൾ എത്രയോ കിട്ടിയിട്ടുണ്ട്, എന്നാൽ നന്ദി വളരെ കുറവ് ചെയ്യും. ആ ജനകൂട്ടത്തിൽ നന്ദി കുറഞ്ഞ വിഭാഗം ഏതാണെന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ആ യുവാവ് പറഞ്ഞു, മൻ ഊഫിയ മിൻ ബലിയത്തിൻ, പരീക്ഷണങ്ങളൊന്നുമില്ല, അതിനെ തൊട്ടൊക്കെ സുഖമാക്കപ്പെട്ടൊരു വ്യക്തിയാ. സുമ്മ റആഹ ബി ഗൈരിഹി, ഓന് പരീക്ഷണമൊന്നും ഇല്ലെങ്കിലും മറ്റൊരാളിൽ പരീക്ഷിക്കപ്പെട്ട കാര്യവും കണ്ടു. എന്നിട്ട് ഫതറകൽ ഇബ്റത വശുക്ര, അക്കാര്യം ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്ന കാര്യം ഉപേക്ഷിച്ചു, നന്ദിയും അവൻ ഉപേക്ഷിച്ചു. എന്താ കാരണം? എനിക്ക് അല്ലാഹു തആല തന്നില്ലല്ലോ, അവനേക്കാളും എത്ര സുഖം എനിക്ക് അല്ലാഹു തന്നു. ഇത് ആലോചിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ശുക്രിയാണ്. ഇത് ചെയ്യാതെ മറ്റുള്ളവരുടെ പരീക്ഷണം കണ്ടു, മുസീബത്വം കണ്ടു, അത് ഓനല്ല, എനിക്കില്ലല്ലോ, അങ്ങനെ ഒഴിഞ്ഞു മാറ്റി. അപ്പൊ നന്ദിയും ചെയ്തില്ല, ആ ഒരു പാഠം അവൻ ഉൾക്കൊണ്ടതുമില്ല. ഇവനാണ് നന്ദി കെട്ടവർ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ. എന്നിട്ടോ വസ്തകല ബിൽ ബത്വാലത്തി വല്ലഹുവി, ആഖിറത്തിലേക്ക് ഉപകാരമില്ലാത്ത ബാത്തിലായ കാര്യങ്ങളെ കൊണ്ടും കുറെ കളി തമാശകളെ കൊണ്ടും അവൻ ജോലിയായി ജീവിക്കുന്നു. ഒരു പാഠവും അവൻ ഉൾക്കൊള്ളുന്നില്ല, പടുവിഡ്ഢിയാണവൻ. കാല, അങ്ങനെ ഇബ്നുൽ ഖസ്സാബ് തങ്ങൾ പറയാണ്, ഫകസ്സറ ഖുലൂബന, ഞങ്ങൾ ചോദിച്ചു, ചോദ്യത്തിന് മഹാൻ ഉത്തരം തന്നു. തന്ന ഉത്തരം കേട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഹൃദയമാകെ പൊട്ടിത്തകർന്നുപോയി. ഞങ്ങൾ എന്തോ ആയിപ്പോയി. ആ മഹാന്റെ അറിവിനെ കുറിച്ച് അത്ഭുതപ്പെട്ടു. വാഴ്ത്തപ്പെടാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഈ യുവാവിനോട് ഞങ്ങൾ ചോദിച്ചു. ഫഖാല, അപ്പൊ മഹാൻ പറഞ്ഞത്, ഖിലാഫു മാ അൻതും അലൈഹി, ഇപ്പൊ നിങ്ങൾ ഏതൊരവസ്ഥയിലാണോ അതിനെ നേരെ എതിരിൽ നിൽക്കണം എന്നാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ വാഴ്ത്തപ്പെടാൻ പറ്റുന്ന കാര്യമല്ല, അത് നേരെ എതിർ കൊണ്ടിരിക്കും. അതാണ് വാഴ്ത്തപ്പെടാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കൊടുത്തു. ഇതും പറഞ്ഞിട്ട് സുമ്മ വക്ക, പിന്നീട് യുവാവ് അങ്ങോട്ട് കരഞ്ഞുപോയി. എന്നിട്ട് വക്കാല, മഹാൻ പറയുന്നു, യാ റബ്ബി, പടച്ചവനെ, ഇല്ലം തറുദ്ദ അലയ്യ അഖ്ലി, എന്റെ മേലിൽ നീ എനിക്ക് ബുദ്ധി മടക്കി തരുന്നില്ലെങ്കിൽ, ഫറുദ്ദ അലയ്യ യദി, എന്റെ മേൽ എന്റെ കൈയൊന്ന് മടക്കിക്കൊണ്ട, ആവത് കൊണ്ട. എന്തിന്? ലഅല്ലി അസ്ഫഅ കുല്ല വാഹിദിൻ മിൻ ഹഉലാഇ സഫഅതൻ, ഈ കൂട്ടക്കാരിൽ ഓരോരുത്തരെയും വിശാലമായി കൈ പരത്തി ഒറ്റയടി അടിക്കണം. അതിന് പറ്റുന്ന കൈ നീ എനിക്ക് കൊണ്ട, ബുദ്ധി തരുന്നില്ലെങ്കിൽ എന്നും പറഞ്ഞ് ഫതറക്നാഹു, ഞങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. വൻസറഫ്ന, ഞങ്ങളങ്ങനെ പിരിഞ്ഞും പോന്നു. ഇത് വല്ലാത്തൊരു സംഭവമായി ഈ സംഘത്തിന്. ഇതാണ് ഇബ്നുൽ ഖസ്സാബ് തങ്ങൾ, സൂഫി തങ്ങൾ നമ്മോട് പറഞ്ഞു. നമ്മൾ കാണുമ്പോൾ എത്രയോ യുവാക്കൾ നമ്മൾ കാണുന്നുണ്ട്. ചില യുവാക്കളെ കാണുമ്പോൾ നമുക്കിടയിൽ ജീവിക്കുന്ന യുവാക്കള് ഒരു പുരോഗതി ഉണ്ടാവില്ല. എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്യും, പരിഹസിക്കുകയും ചെയ്യും, മോശക്കാരായിട്ട് കാണും ചെയ്യും. പക്ഷേ അവരൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുത്തവരായിരിക്കും. അതറിയണമെങ്കിൽ അവരുമായി ഇടപഴകണം. ഇടപഴകി അവർ സംസാരിക്കുമ്പോൾ അവർ തത്വങ്ങൾ പറഞ്ഞു തരും, ആത്മീയ തത്വങ്ങൾ പറഞ്ഞു തരും. അതുകൊണ്ട് മനുഷ്യൻ നന്നാവാൻ കഴിയും എന്നതാണ് ഈ പറയുന്ന കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത്.